ഇനിയുണ്ട് ഷൂട്ടുണ്ട്. ഇപ്പൊ ഒരു മെയിൻ ഫൈറ്റ് സീക്വൻസ് എല്ലാം കഴിഞ്ഞോളൂ 10-15 ദിവസത്തെ. ഇപ്പൊ ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ആഫ്രിക്ക കാണുന്നില്ലേ? അതല്ലേ പണിക്ക് ശേഷം പൊന്നുമോനെ അങ്ങനെയൊന്നുമില്ല. വിളിക്കുന്ന സിനിമകൾക്കെല്ലാം പോയി ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, സ്റ്റേജിൽ പറഞ്ഞ നായികയുടെ അപ്പനായിട്ടുള്ള ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്. ഞാനൊരു പരീക്ഷണമാണ്. ആഷിക വിളിച്ചപ്പം എല്ലാ ക്യാരക്ടറും ചെയ്യണമല്ലോ. നമ്മളൊരു ആക്ടറായിട്ട് നിൽക്കുമ്പം നമുക്ക് നായികയുടെ അപ്പനോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മാവനോ എന്ത് ക്യാരക്ടർ വന്നാലും നമ്മൾ ഒരിക്കലും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വരുന്നതെല്ലാം അത്യാവശ്യം നല്ല ക്യാരക്ടറുകളാണ്. അപ്പം നമ്മൾ അതിനോട് നന്ദി പറയാം. 2 ദിവസം മുന്നേ തുടക്കത്തില് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തില് അതെ, എങ്ങനെയുണ്ട്? ഇപ്പൊ കഴിഞ്ഞ ബോബിച്ചേട്ടന്റെ ആദ്യത്തെ പോസ്റ്ററാണ് ഇറങ്ങിയത്. ബോബിച്ചേട്ടന്റെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞു? ഇല്ല, ഇനിയുണ്ട് ഷൂട്ടുണ്ട്. ഇപ്പൊ ഒരു മെയിൻ ഫൈറ്റ് സീക്വൻസ് എല്ലാം കഴിഞ്ഞോളൂ 10-15 ദിവസത്തെ. ഫൈറ്റിന് ഭയങ്കര അധികം പ്രാധാന്യം നൽകിയിട്ടാണ് ഇതിന്റെ. നല്ല ഫൈറ്റുള്ള സിനിമയാണ്. കഷ്ടപ്പാടാണ്. പിന്നെ അങ്ങനെയല്ലേ എല്ലാ സിനിമകളും. കഷ്ടപ്പെടാത്ത സിനിമകളില്ലല്ലോ, എളുപ്പമല്ലല്ലോ ഒരിക്കലും. അഭിനയവും ഇതിന്റെ കൂടെ പണിയെടുക്കുന്നവരും എല്ലാവരും ഒരുപാട് പേരുടെ കഷ്ടപ്പാടല്ലേ സിനിമ. ഫൈറ്റ് രാത്രിയാണ്? അതാ നൈറ്റും ഉണ്ട്. ഒറ്റക്കാണോ ഫൈറ്റ് ചെയ്യണത്? കൂട്ടാറ്റിയാണ്? വിസ്മയ മോഹൻലാല്, അനിച്ചേട്ടന്റെ മോൻ കൊണ്ടും ജോ, വിസ്മയ മോഹൻലാലിന്റെ അടി കിട്ടുന്നുണ്ടോ? അങ്ങനെയല്ലേ സിനിമ. അങ്ങനെയല്ലേ സിനിമ വേണ്ടേ? നായകന്റെയും നായികയുടെയും നടി മേടിക്കണമല്ലോ. താങ്ക് യു.